ഇവിടെ ഒരു കരിങ്കല്ല്, അതായത് ഒരു ബ്ലാക്ക് സ്റ്റോൺ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വിശദമായ വീഡിയോ ആണ്. ആദ്യം നമ്മൾ ഇതുപോലെ ഫോം ടാപ്പ് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗാൾടെക്സിൻ്റെ സിന്തറ്റിക് പ്ലാസ്റ്റർ ഫൈൻ എന്ന മെറ്റീരിയലാണ്. അത് നമ്മൾ പില്ലറിൽ തേച്ച് പിടിപ്പിക്കുക. ചട്ടകം ഉപയോഗിച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിനെ പാകപ്പെടുത്തുക. അപ്പോൾ ഇത് അതിമനോഹരമായ കല്ലിനുള്ളിൽ പോലെയുള്ള എഫക്റ്റുകൾ പാറ്റേൺ വരുന്നത് കാണാം. അതിനുശേഷം നമ്മളത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം സാൻഡ് ചെയ്യുക. അതിൽ ഗ്രൂ ഇടാൻ വേണ്ടി ഫോം ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് എമൽഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം വാഷ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് കളർ പൂർണ്ണമായി ഇറങ്ങരുത്. ആ കുട്ടിയുടെ കളർ ഉള്ളിലുള്ള ഭാഗം കാണേണ്ടതാണ്. ബ്രഷ് ചലിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ എല്ലാ ഭാഗവും വാഷ് ചെയ്തെടുക്കുക. റോൾ പേപ്പർ ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. സിന്തറ്റിക് പ്ലാസ്റ്റർ ഫൈൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഗാൾടെക്സിൻ്റെ. ഇതിങ്ങനെ എല്ലാ ഭാഗത്തും നല്ലപോലെ കറുപ്പ് എത്തേണ്ടതാണ്. എല്ലാ ഭാഗത്തും നല്ലപോലെ ഒരു ബ്രഷ് എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ആവാത്ത രൂപത്തിൽ വാഷ് ചെയ്തെടുക്കുക. നല്ല മഴയായതുകൊണ്ടാണ് ഇവിടെ ഹീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിന് നല്ല മഴയാണ്, അതുകൊണ്ട് ഹീറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കേണ്ട ഒരു കേസായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ വൈറ്റ് എമൽഷൻ സാധാ ബ്രഷ് കൊണ്ടെടുത്ത് ഇതിന് മുകളിലേക്ക് എന്ത് ചെയ്യണം? സ്പ്രേ ചെയ്യണം. ഇത് ഒരു ചെറിയ തൂണായത് കൊണ്ടാണ് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബ്രഷ് നല്ലൊരു സ്പ്രേ ആണ്. ചെറിയ രൂപത്തിൽ ഇതുപോലെ വൈറ്റ് എമൽഷൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഇതിന്മേൽ ആറി പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ എന്ത് ചെയ്യുക? പാറി പിടിപ്പിക്കുക. വൈറ്റ് സാധാ എമൽഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും അതിൻ്റെ ഒരു സ്പ്രെഡ് ആക്കുക. പുറത്ത് നല്ല മഴയാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു രൂപം തന്നെ അല്പം മാറി വരുന്നുണ്ട്. സിന്തറ്റിക് പ്ലാസ്റ്റർ ഫൈൻ ഗാൾടെക്സിൻ്റെ നല്ല സ്ട്രോങ് കുട്ടിയാണ്, എക്സ്റ്റീരിയർ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ബ്ലാക്ക് എമൽഷൻ ഈ വൈറ്റിന് ശേഷം വീണ്ടും സ്പ്രെഡ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ ബ്രഷ് കൊണ്ടായിരുന്നു ടോട്ടൽ അപ്ലൈ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ വൈറ്റ് സ്പ്രേ ചെയ്ത പോലെ ബ്രഷ് കൊണ്ട് ഇതിന്മേൽ സ്പ്രെഡ് ചെയ്യുക. പലരും കരുതും ഇത് പഴയ സിസ്റ്റമാണ്. സംഗതി പഴയ സിസ്റ്റമാണെങ്കിലും ഇതുപോലെയുള്ള സിസ്റ്റം ആണ് ഇപ്പോഴും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൂ ബ്ലാക്ക് അടിക്കുക. പിന്നീട് കരിങ്കല്ലിനുണ്ടാകുന്ന ചെറിയ പൊട്ടലുകളും വിള്ളലുകളും ക്രിയേറ്റ് ചെയ്യുവാൻ ഇതുപോലെ ജസ്റ്റ് ഒരു ചെറിയ ഓയിൽ ബ്രഷ് എടുത്ത് കറുപ്പ് എമൽഷൻ ഇങ്ങനെ ചെറുങ്ങനെ ഇതിൽ വരയ്ക്കുക. അത് ഓരോരുത്തരുടെയും കലാവാസന അനുസരിച്ച് വിദഗ്ധമായൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചരിച്ചും അതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ മതി. അത് ഉള്ളുന്ന് കല്ലിൻ്റെ ഉള്ളുന്ന് കാണുന്നത് പോലെയുള്ളൊരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്.
ഇതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ വരച്ച ലൈനിന് മുകളിലൂടെ വൈറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതിൻ്റെ ഷാർപ്പ്നെസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അതൊന്ന് ബ്ലറായിട്ടായിരിക്കണം കാണാൻ. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ കലക്കിയ വൈറ്റ് അംശം ഇതിന് മുകളിൽ സ്പ്രേ ചെയ്യും. ഇത് ഘട്ടം ഘട്ടം ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പലരും പല രീതിയിലും ചെയ്യുന്നുണ്ട്, ഇതൊരു മെത്തേഡ് മാത്രമാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ക്ലിയർ കോട്ട് അടിക്കേണ്ടതുണ്ട്. അതിനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ക്ലിയർ ആണ്. അതിൽ അല്പം നമ്മൾ ബ്ലാക്ക് എനാമൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കോട്ട് അടിക്കുക. ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളർ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാം കോട്ടിൽ വീണ്ടും ബ്ലാക്ക് എനാമൽ പെയിന്റ് കൂട്ടി ക്ലിയർ അടിക്കുക. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഒറിജിനൽ ഫീലായിരിക്കും കാണുമ്പോഴും തൊടുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നത്. കൂടാതെ ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായിരിക്കും. കാരണം ടൈലാകുമ്പോൾ അത് പൊട്ടിയാൽ പിന്നെ ആ പീസ് കിട്ടത്തില്ല. നല്ലൊരു ഒറിജിനൽ ഫീലാണ് ഇതിനുള്ളത്.